6 പേരുകളും 6 വർഷങ്ങളും പഠിച്ചുകൊണ്ട് അടുത്ത PSC പരീക്ഷയിൽ നമുക്ക് 1 മാർക്ക് സ്കോർ ചെയ്താലോ? നമസ്കാരം, വെൽക്കം ടു KPSC 2.0. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാളികൾ. ഈ അടുത്ത PSC പരീക്ഷകളിൽ മലയാള സാഹിത്യത്തിൽ നിന്നും ഈ ഒരു ചോദ്യം പലപ്പോഴായി കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് നമ്മളിനി അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി ഈ ചോദ്യം ഇപ്പോഴേ പഠിച്ചു തുടങ്ങുകയാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാളികൾ. ജ്ഞാനപീഠം അവാർഡ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ സാഹിത്യത്തിന് നൽകുന്ന പരമോന്നത ബഹുമതികളിൽ ഒന്നാണ്. 1961 മുതലാണ് ഈ അവാർഡ് ഏർപ്പെടുത്തിയത്. 1965 മുതൽ ഈ അവാർഡ് നൽകി തുടങ്ങി. ഭാരതീയ ജ്ഞാനപീഠം എന്ന ട്രസ്റ്റാണ് ഈ അവാർഡ് നൽകുന്നത്. ശാന്തിപ്രസാദ് ജെയിൻ ആണ് ഈ ട്രസ്റ്റിന്റെ സ്ഥാപകൻ. 1965 ആദ്യമായി ഈ അവാർഡ് നൽകിയത്. ആദ്യമായി ഇത് ലഭിച്ചത് മലയാളിയായ G. ശങ്കരക്കുറുപ്പിനാണ്. സമ്മാനത്തുക എന്ന് പറയുന്നത് 11 ലക്ഷം രൂപയാണ്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള 22 ഭാഷയിലുള്ള സാഹിത്യത്തിലാണ് ഈ അവാർഡ് നൽകി വരുന്നത്. 1965 മുതൽ 1981 വരെ കൃതികൾക്കാണ് ജ്ഞാനപീഠം അവാർഡ് നൽകിയതെങ്കിൽ പിന്നീട് 1982 മുതൽ അത് സമഗ്ര സംഭാവനയ്ക്കായി നൽകി വരുന്നു. അതായത് ഇപ്പോൾ സമഗ്ര സംഭാവനയ്ക്കാണ് ജ്ഞാനപീഠം അവാർഡ് നൽകി വരുന്നത്. ഇതുവരെ 6 മലയാളികൾക്കാണ് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. 6 പേരും 6 വർഷവും പഠിച്ച് നമുക്ക് 1 മാർക്ക് സ്കോർ ചെയ്യാം. അപ്പം ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, G. ശങ്കരക്കുറുപ്പിനാണ്. ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് ലഭിച്ച വ്യക്തിയും മലയാളത്തിൽ നിന്ന് ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് ലഭിച്ച വ്യക്തിയും ഒരാൾ തന്നെയാണ്, G. ശങ്കരക്കുറുപ്പ്. 1965 അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരമായ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ഈ അവാർഡ് ലഭിച്ചത്. മലയാളത്തിന്റെ G എന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തൂലികാനാമം എന്ന് പറയുന്നത് G എന്നാണ്. ഈ വസ്തുത കൂടി ഓർത്തിരിക്കുക. ഇനി മലയാളത്തിൽ നിന്ന് രണ്ടാമതായി ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചത് S.K. പൊറ്റക്കാടിനാണ്. 1980 അദ്ദേഹം ഈ അവാർഡിന് അർഹനായത്. ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിനാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് ലഭിച്ചത്. ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേരാണ് ശ്രീധരൻ. കഥാപാത്രങ്ങളുടെ പേരും ഇപ്പോൾ PSC ചോദിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് ഇതും കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തതായി ജ്ഞാനപീഠം അവാർഡ് മലയാളത്തിൽ നിന്ന് ലഭിച്ചത് തകഴി ശിവശങ്കര പിള്ളയ്ക്കാണ്. അദ്ദേഹത്തിന് 1984 ഈ അവാർഡ് ലഭിച്ചത്. അപ്പോൾ അതൊരു കൃതിക്കാണോ ലഭിച്ചത്? അല്ല, സമഗ്ര സംഭാവനയ്ക്കാണ്. കാരണം 1982 മുതൽ സമഗ്ര സംഭാവനയ്ക്കാണ് ജ്ഞാനപീഠം അവാർഡ് നൽകി വരുന്നത്. അദ്ദേഹം കുട്ടനാടിന്റെ ഇതിഹാസകാരനാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ചെമ്മീൻ, കയറ്, തോട്ടിയുടെ മകൻ തുടങ്ങിയവ. ഇനി അടുത്തതായി ജ്ഞാനപീഠം അവാർഡ് മലയാളത്തിൽ നിന്ന് കിട്ടിയത് നമ്മുടെ സ്വന്തം MD വാസുദേവൻ നായർക്കാണ്. 1995 അദ്ദേഹം ഈ അവാർഡിന് അർഹനായത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് രണ്ടാം മൂഴം, നാലുകെട്ട്, അസുരവിത്ത്, മഞ്ഞ് തുടങ്ങിയവ. മലയാളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ വ്യക്തി കൂടിയാണ് MD വാസുദേവൻ നായർ. അടുത്തതായി ജ്ഞാനപീഠം അവാർഡ് ലഭിച്ച മലയാളിയാണ് ONV കുറുപ്പ്. 2007 അദ്ദേഹത്തിന് ഈ അവാർഡ് ലഭിച്ചത്. ജ്ഞാനപീഠം അവാർഡ് ലഭിക്കുന്ന 5ാമത്തെ മലയാളിയാണ് ONV കുറുപ്പ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ നമുക്ക് നോക്കാം. അഗ്നിശലഭങ്ങൾ, ഉപ്പ്, ഭൂമിക്കൊരു ചരമഗീതം തുടങ്ങിയവ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട കൃതികളാണ്. ഇതുവരെ ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചതിൽ അവസാനമായി ലഭിച്ച മലയാളിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 2019 അദ്ദേഹത്തിന് ഈ അവാർഡ് ലഭിക്കുന്നത്. 55ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമാണ് അദ്ദേഹം കരസ്ഥമാക്കിയത്. ഈ കൂട്ടത്തിൽ നമുക്കൊരു ചെറിയ കറണ്ട് അഫെയർ കൂടി പഠിച്ചു പോയാലോ? ഈ അവസാനമായി 2026, അതായത് 25 ജ്ഞാനപീഠ പുരസ്കാരം, അത് 60ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമാണ്. അത് ലഭിച്ചത് R. വൈരമുത്തുവിനാണ്. പ്രശസ്ത തമിഴ് കവി, ഗാനരചയിതാവും നോവലിസ്റ്റുമാണ് അദ്ദേഹം. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ ബഹുമതി ലഭിക്കുന്ന 3ാമത്തെ തമിഴ് സാഹിത്യകാരൻ കൂടിയാണ് R. വൈരമുത്തു. ഇത്രയേ ഉള്ളൂ നമുക്കിന്ന് പഠിക്കാനായിട്ട്. 6 പേരുകൾ, 6 വർഷം. 1965 ജ്ഞാനപീഠ പുരസ്കാരം G. ശങ്കരക്കുറുപ്പ് കരസ്ഥമാക്കി. 1980 S.K. പൊറ്റക്കാടും 1984 തകഴി ശിവശങ്കര പിള്ളയും 1995 MD വാസുദേവൻ നായരും 2007
ONV കുറുപ്പും 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുമാണ് മലയാളത്തിൽ നിന്ന് ഇതുവരെ ജ്ഞാനപീഠം അവാർഡ് ലഭിച്ച മലയാളികൾ. ഇത്രയും ചെറിയ കാര്യങ്ങളേ ഉള്ളൂ, പക്ഷെ ഒരു മാർക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ എല്ലാവരും കൃത്യമായി പഠിക്കുക, ഒരു മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യുക. ചെറിയ വലിയ കാര്യങ്ങളുമായി നമുക്ക് ഇനിയും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.